രക്ഷാകര സന്ദേശത്തിൽ കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൽ സാക്ഷികളായി തീരാം പുതു ചൈതന്യത്താൽ നിറയാം ആത്മാവിൽ ജീവൻ നേടാം. വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി സ്നേഹത്തിൻ പൂജാർപ്പണ വേദിയൊരുങ്ങി പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിതുമോദാം. ഈശോയിൽ സ്നേഹമുള്ള അനിലച്ച, ജോസഫച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും ഷ്രൈൻ വെബ് ടി വിയിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഇന്നലെ നിങ്ങളുടെ നിയോഗങ്ങൾക്കായി കുർബാനയ്ക്ക് നിയോഗം കൊടുത്തിട്ടുള്ളവർക്ക് വേണ്ടിയും പ്രത്യേകമായി ഈ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. കർത്താവ് അരുളി ചെയ്യുന്ന സമാധാനത്തിൻ്റെ പദ്ധതികളാണ് ഞാൻ ചിന്തിക്കുന്നത്, ദുരിതത്തിൻ്റെ അല്ല. നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിങ്ങളെ ശ്രവിക്കും. ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ഈശോയിൽ പ്രിയരെ, ഭക്തിയോടുകൂടെ നമുക്ക് ഈ ബലി അർപ്പിക്കാം. ആണ്ടുവട്ടത്തിലെ 33-ാം ഞായറിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുക. അടുത്ത ആഴ്ച 34-ാമത്തെ ഞായറാണ്. ക്രിസ്തുരാജൻ്റെ തിരുനാളാണ്. ആണ്ടുവട്ടം അവസാനിക്കുകയാണ്. അതായത് ഒരു വർഷം, ആരാധനക്രമ വർഷം അവസാനിക്കുന്ന സമയമാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ വർഷത്തിലുടനീളം ദൈവം നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ വരാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ വീണ്ടും ബലിയർപ്പിക്കാനായി ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന സുന്ദരമായ ഒരു അവസരമാണ് ഇത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് അനുഗ്രഹമായി മാറട്ടെ. എപ്പോഴും ഈ സ്ഥലം, ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം, അത് വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ്. നമുക്കതൊരു പ്ലസ് പോയിൻ്റാണ്. ഈ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുക. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പ്രത്യേകത, അവിടെ ഒത്തിരി അഭിഷേകം ഉണ്ടാവും. കാരണം നിരന്തരം കുർബാനകളും പ്രാർത്ഥനകളും വചനപ്രഘോഷണങ്ങളും പരിഹാര പ്രാർത്ഥനകളും ഒക്കെ ഇപ്പോഴും ആളുകൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് വേണ്ടി കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് വീടുകളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനകളുടെ എല്ലാം ഒരു സഹായം നമുക്ക് കിട്ടും. ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് വിശ്വാസമുള്ള നമുക്ക് വിശ്വാസമുണ്ട്. അതിൻ്റെ അളവിലാണ് വ്യത്യാസം. നമുക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. അപ്പോൾ വിശ്വാസികൾ ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ്. ചിലപ്പോൾ തൊട്ടടുത്തിരുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ കുറച്ച് നേരം ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അയാൾ പ്രാർത്ഥിക്കുന്നു, എനിക്കും പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത വരാം. അപ്പോൾ അങ്ങനെ പരസ്പരം പ്രോത്സാഹിപ്പിക്കപ്പെട്ടാണ് നമ്മൾ ഇന്ന് ബലിയർപ്പിക്കുക. നമുക്ക് അനുഗ്രഹമാകും. ഉറപ്പായിട്ടും ഇന്നത്തെ ബലിയർപ്പണം അനുഗ്രഹമാകും. അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വർഷിക്കപ്പെടും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരെ,
ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്വയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വലോകരാജനേ. സർവ്വിക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാ ദൈവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാളെ താതനാം ദൈവ
ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണി ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു തനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയോടുള്ള ഭക്തിയിൽ എപ്പോഴും ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നിലനിൽക്കുന്നതും സമ്പൂർണവുമായ ആനന്ദം സകല നന്മകളുടെയും ഉടയവന് നിരന്തരം ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നതിലാണല്ലോ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അന്ന് നിന്റെ ജനത രക്ഷ പ്രാപിക്കും. അക്കാലത്ത് നിന്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിതാനത്തിൻ്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും.
കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ദൈവമേ, ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. ദൈവമേ, ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. ദൈവമേ, ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. ദൈവമേ, ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ച് കൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏകബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശദീകരിക്കപ്പെട്ടവരെ അവൻ ഏകബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പാപമോചനമുള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. സംഭവിക്കാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മാർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത്
യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരുകയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് നിപതിക്കും, ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവർ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിക്കലെത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രന് പോലുമോ അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള അനിലച്ച, ജോസഫച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഗാന ശുശ്രൂഷകരെ, അൾത്താര ശുശ്രൂഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മൾ ആണ്ടുവട്ടത്തിലെ 33-ാമത്തെ ഞായർ, അടുത്തയാഴ്ച 34-ാമത്തെ ഞായർ, അതായത് ആരാധനക്രമ വർഷം അവസാനിക്കാറായി, ലാറ്റിൻ ക്രമം അനുസരിച്ച്. പിന്നീട് നമ്മൾ അടുത്ത ഞായറാഴ്ച കൂടി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ഞായറാഴ്ച ആഗമന കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ പിറവിത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന സമയം, അത് പുതിയ വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ വർഷാവസാനം പരീക്ഷയൊക്കെ നടത്തണ്ടേ അല്ലേ? പരീക്ഷ നടത്തണ്ടേ? ഒന്നുകിൽ ഇന്ന് ഫൈനൽ എക്സാം, അടുത്ത ആഴ്ച ക്രിസ്തുരാജൻ്റെ തിരുനാളിന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന് മോഡൽ എക്സാം, അടുത്ത ആഴ്ച പബ്ലിക് എക്സാം. നിങ്ങൾ തയ്യാറാണോ? പരീക്ഷ നടത്തിയാൽ നിങ്ങൾ ജയിക്കുമോ? ഒരു ബി.എഡൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ വേറൊരു പരീക്ഷയ്ക്ക് വേണ്ടി, അതിന് ടീച്ചിങ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് പോയി. പരീക്ഷാ ഹാളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് പഠിച്ചതല്ല പരീക്ഷയ്ക്ക്, അതായത് വേറെ പരീക്ഷയാണെന്ന്. അപ്പോൾ അവരോട് പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ അവർ ഒരു അരമണിക്കൂർ സമയം വേറൊരു മുറിയിൽ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാനായിട്ട് അവസരം കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതാനായിട്ട് പറ്റി. അപ്പോൾ അവർ പറയുന്നത് ഒരു പ്രത്യക്ഷ സഹായം ഉണ്ടായി എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്കങ്ങനെ പെട്ടെന്ന് പരീക്ഷ നടത്തിയാൽ നിങ്ങൾ ജയിക്കുമോ? ഒരു റിട്ടൺ എക്സാം അല്ലെങ്കിൽ ഒരു ഓറൽ എക്സാം നടത്തിയാൽ ജയിക്കുമോ? ഈശോ തന്നെ നേരിട്ട് വന്ന് നിങ്ങളോടൊരു പരീക്ഷ നടത്തിയാൽ ജയിക്കുമോ? ഇതിൽ പറയുകയാണ്, ഗ്രന്ഥത്തിൽ പേരുള്ള നിൻ്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ജയിച്ചവരുടെ റിസൾട്ട് സ്കൂൾ വരാന്തയിൽ പബ്ലിഷ് ചെയ്യും, ഇല്ല? ജയിച്ചവരുടെ റിസൾട്ട്, തോറ്റവരുടെ പേരുണ്ടാകില്ല. അപ്പം അതിൻ്റെ അർത്ഥം പേരില്ലെങ്കിൽ തോറ്റുപോയി എന്നാണ് അർത്ഥം. ഗ്രന്ഥത്തിൽ പേരുള്ള നിൻ്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഒരു പരീക്ഷ എഴുതുന്നതിന് മുമ്പ് പബ്ലിക്കിനെ നമ്മൾ ബോധ്യപ്പെടുത്തണമല്ലോ. പബ്ലിക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനെ നമ്മൾ ബോധ്യപ്പെടുത്തണം, ഇല്ലേ? അപ്പോൾ അത് മൂന്നാമത്തെ ഒരവസ്ഥയാണെന്ന് ഞാൻ കരുതുക. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോധ്യപ്പെടുത്തണം. കുട്ടികൾ പഠിച്ചിട്ട് തനിയെ പറഞ്ഞു നോക്കും. പഠിച്ചിട്ട് ഞാൻ പഠിച്ചോ എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കും. നിങ്ങളങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ? ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ നിങ്ങളെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? പിന്നെ കുറച്ച് കഴിയുമ്പോഴും അവൾക്ക് തോന്നും, അവളോ അവനോ ആണെങ്കിൽ അമ്മയെ ഒന്ന് പഠിച്ച്, അമ്മ ഞാൻ പഠിച്ചിട്ടുണ്ട് അമ്മ, അമ്മ എന്നൊന്നോട് ചോദിക്കുമോ, അമ്മ ഞാൻ ഉത്തരം പറയുമോ, നമ്മൊന്ന് ടെസ്റ്റ് ചെയ്യുമോ?
എനിക്ക് അത്രയും കൂടി കോൺഫിഡൻസ് ആകുമല്ലോ. അമ്മയോട്, ചില അമ്മമാരോട് ഇല്ലേ, ചില അമ്മമാരോട് ചോദിക്കാം, അമ്മ എന്നോടൊന്ന് ചോദിക്കമ്മ ഞാൻ പഠിച്ചിട്ടുണ്ടോന്ന്. അങ്ങനെ അമ്മമാരോട് ചോദിച്ചിട്ടുണ്ടെന്ന് കരമുയർത്താവോ? ചില മക്കൾ ചിലപ്പോൾ ചോദിക്കും, ആരുമില്ലേ. ഇനി മൂന്നാമത്തേതാണ് പോയി പരീക്ഷ എഴുതുക. അതെ, അവിടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ, ചോദിക്കും, അമ്മ ഒന്ന് എന്നോട് ചോദിക്കുമെന്ന് പറയും. മൂന്നാമത്തെയാണ് നമ്മൾ പബ്ലിക് എക്സാം. അപ്പോൾ ആദ്യം സ്വയം ബോധ്യപ്പെടുത്താതെയും ആരെങ്കിലും പഠിച്ച് കേൾപ്പിക്കാതെയും നേരിട്ട് പോയി പബ്ലിക് എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു ട്രയലൊക്കെ ചെയ്തിട്ട് പോകുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് മോഡൽ എക്സാം ഉള്ളത്, മോഡൽ എക്സാം. അപ്പോൾ സ്വയം ഈശോ ഇന്ന് വിധിക്കാൻ വരുന്നതിനെക്കുറിച്ചാണ് പറയുക. അവസാനം എപ്പോഴാണെന്നറിയില്ല, പുത്രന് പോലും അറിയില്ല. അപ്പോൾ എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു വിധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മളെ തന്നെ വിധിക്കുക, അതായത് നമ്മളെ തന്നെ പരിശോധിക്കുക. ദൈവം പരിശോധിക്കാൻ വരുന്നതിന് മുൻപ് നമ്മളെ ഒന്ന് പരിശോധിച്ച് ക്രമപ്പെടുത്തി വെച്ചാൽ എളുപ്പമല്ലേ കാര്യങ്ങൾ. നമ്മളെ തന്നെ പരിശോധിക്കുന്നല്ല. ചില ആളുകൾ ഭയങ്കര ഭക്തി കൊണ്ട് നടക്കുന്നുണ്ട്, ഭയങ്കര ഭക്തരാണ്. അപ്പോൾ അവരുടെ വിചാരം ഞങ്ങൾ നല്ലവരാണ് എന്നാണ് വിചാരം. ഞങ്ങൾ നല്ലവരാണ്, പള്ളിയിൽ പോയി കൈവപ്പി നിന്ന് കഴിഞ്ഞാൽ നല്ലവരാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ദേഷ്യമാണ്. എന്തൊരു ദേഷ്യമാണ്. അപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ ഭക്തി മാത്രമല്ല ഒരു മാനദണ്ഡം. നമ്മൾ ഫിസിക്കൽ ആസ്പെക്റ്റ് നോക്കണം. ഫിസിക്കൽ ആസ്പെക്റ്റ് ഇല്ല, നല്ല ബോഡിയൊക്കെ നന്നായിട്ട് നോക്കണം. ഇല്ല, മദ്യപിക്കാനൊന്നും പാടില്ല, ദൈവം തന്ന ശരീരമല്ലേ. ഫിസിക്കൽ ആസ്പെക്റ്റ് നോക്കണം. ചിലർ നടക്കാനൊക്കെ പോകില്ലേ, ഫിസിക്കൽ ആസ്പെക്റ്റ് നോക്കണം. പിന്നെ രണ്ടാമത്താണ് സോഷ്യൽ ആസ്പെക്റ്റ്. അപ്പോൾ വീട്ടിൽ വന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വീടൊരു സൊസൈറ്റി അല്ലേ, വീട് പ്രശ്നമായില്ലേ, വീട് പ്രശ്നമായി. അപ്പോൾ വീട്ടുകാർ ചിലപ്പോൾ ചോദിക്കും, പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് കുർബാന സ്വീകരിച്ച് വന്ന ഒരാൾ വീട്ടിൽ വന്ന് ചാട്ടവും ബഹളവും ആയിക്കഴിഞ്ഞാൽ വീട്ടുകാർ പറയും, ഇതൊക്കെ എന്തിനാണ് പള്ളി പോകണമെന്ന് ചോദിക്കും. ശരിയല്ലേ? ഇനിയും അപ്പോൾ വേറൊരു ആസ്പെക്റ്റ് പോയി, ഇമോഷണൽ ആസ്പെക്റ്റ് പോയി. ഇമോഷണൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈകാരികപരമായ പക്വത, ഇമോഷണൽ മച്യൂരിറ്റി. അതാണ് മുടി. എൻ്റെ മുടി നരച്ചിട്ടുണ്ട്. മുടി നരച്ചതോ എനിക്ക് 47 വയസ്സായി, 47 വയസ്സായതോ എനിക്ക് അച്ഛനായതോ ഒന്നും അല്ല യോഗ്യത. ഇമോഷണൽ മച്യൂരിറ്റിയാണ് പ്രധാനമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇനി മറ്റൊരു ആസ്പെക്റ്റാണ് ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ്. വിവേകപൂർവ്വം ഇല്ലേ, പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോഴും ബുദ്ധിപൂർവ്വം അങ്ങനെ കൂട്ടുകാരോടുകൂടെ അവിടെ ഇവിടെയൊക്കെ കൂടി നടന്ന് പഠിക്കാതെ നടന്നു കഴിഞ്ഞാൽ പരീക്ഷ ജയിക്കുമോ? വിശ്വാസ പരീക്ഷ പോലെ. അപ്പം നമ്മൾ നേരാവണ്ണം കാര്യങ്ങളൊക്കെ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യണം, ഇല്ലേ? ഇനി സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്. ഇങ്ങനെ ദേഷ്യം കോപമൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്, ദൈവമേ പറയേണ്ടിയില്ലായിരുന്നു. ഇതിങ്ങനെ മനസ്സിൽ ചിലപ്പോൾ അപ്പനും അമ്മയൊക്കെ നോക്കാതെ പോയിട്ടുള്ള ചില ആളുകൾ പെട്ടെന്ന് അമ്മ മരിച്ചുപോയി, അമ്മയെ സഹായിച്ചില്ല, ദൈവമേ അമ്മയെ ഞാൻ നോക്കിയില്ലല്ലോ, അമ്മ മരിച്ചും പോയല്ലോ, ഞാനിനി എന്ത് ചെയ്യും? ഇതിങ്ങനെ മനസ്സിന് ഭയങ്കര വേദനയോ ആന്തരിക മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഫിസിക്കൽ ആസ്പെക്റ്റ്, സോഷ്യൽ ആസ്പെക്റ്റ്, ഇൻ്റലക്ച്വൽ ആസ്പെക്റ്റ്, സൈക്കോളജിക്കൽ ആസ്പെക്റ്റ്, ഇമോഷണൽ ആസ്പെക്റ്റ്, സ്പിരിച്വൽ ആസ്പെക്റ്റ്. ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരാൾ ബോഡി മാത്രം നോക്കി നല്ല ജിമ്മനാണെന്ന് എഴുതുക, പക്ഷേ ഒട്ടും ആത്മീയതയില്ല, ഒട്ടും ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല. ഗുഡ് പേഴ്സൺ ആകുമോ? ഈശോയെക്കുറിച്ച് ലൂക്ക 2:52 പറയുന്നത്, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. ദൈവത്തിൻ്റെ പ്രീതിയും വേണം, മനുഷ്യരുടെ പ്രീതിയും വേണം. പള്ളിയിലെ മാത്രമല്ല, വീട്ടുകാർക്കും ഇഷ്ടപ്പെടണം, നാട്ടുകാർക്കും ഇഷ്ടപ്പെടണം. അതാണ് ഗുഡ് പേഴ്സൺ. അപ്പോൾ ഗുഡ് പേഴ്സൻ്റെ ചേരുവകകളാണ് ഇത്. അപ്പോൾ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് ശരിയാക്കിയത് കൊണ്ട് കാര്യമില്ല. കാരണം എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ, ഇപ്പോൾ ഒരാൾ കള്ളുകുടിച്ച് ലിവർ സിറോസിസ് ആയിട്ട് ആശുപത്രി കിടക്കുകയാണ്, എന്ത് ചെയ്യും? ഇപ്പം ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് മാത്രം, ഈ ഒരു ആസ്പെക്റ്റ് സമാധാനം പോയില്ലേ? ഇന്നലെ വിളിച്ചിട്ട് എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞ് കുമ്പസാരിച്ചു. അപ്പോൾ എവിടെയെങ്കിലും ഒരു കുഴപ്പം പറ്റിയാൽ മൊത്തത്തിൽ ബാധിക്കും. വീട്ടിൽ കിടന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാധിക്കും. ആ പേഴ്സണെ ബാധിക്കുക, പേഴ്സണെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതാണ് പരീക്ഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ തന്നെ. അപ്പോൾ അത്തിമരത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഇന്നത്തെ സുവിശേഷത്തിൽ? അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ. അത്തിമരം. അപ്പോൾ നമ്മളിങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ പെട്ടെന്ന് ചില ആളുകൾ സൈലൻ്റ് ആവും, നമ്മളോട് പറഞ്ഞു തരില്ല, സൈലൻ്റ് ആവും. അതിൻ്റെ അർത്ഥം എന്താ? എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട് എൻ്റെ സംസാരത്തിൽ, ഇല്ലേ?
ഇനി പെട്ടെന്നൊരു നോട്ടം നോക്കും, ഒരു നോട്ടം നോക്കും, എന്തി പറഞ്ഞെന്ന് കരുതി. ആ നോട്ടം ഒരു ഹിൻ്റാണ്. അപ്പോൾ നിശബ്ദതയും നോട്ടവും നമുക്കുള്ള ഹിൻഡുകളാണ്. അത്തിമരത്തിൽ നിന്ന് പഠിക്കുമെന്ന് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ കുറേ അവസരങ്ങളുണ്ട്. ശരിയാക്കി എടുക്കാൻ കുറേ അവസരമുണ്ട്. അപ്പോൾ ശരിയാക്കി എടുക്കുക. ഇനിയും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഈ പരീക്ഷയ്ക്കൊരുങ്ങാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല ഒബ്സർവേഷൻ ഉണ്ടാകുക, ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുക, ചുറ്റുപാടൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനിയും അപ്പോൾ അരമണിക്കൂർ ആ സ്ത്രീക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ കൊടുത്തല്ലോ. ആ സമയത്ത് നമുക്ക് ഞാൻ എന്ത് ചെയ്യും ദൈവമേ, എനിക്ക് പരീക്ഷയ്ക്ക് ഇനി ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, എന്ത് ചെയ്യും എന്ന് കരുതി പാനിക്കാകാതെ മൈൻഡ് പ്രസൻസ് കീപ്പ് ചെയ്യുക. ഇപ്പം പരീക്ഷയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ടാവില്ല, വിശ്വാസ പരീക്ഷയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ടാവില്ല, പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ മൈൻഡ് പ്രസൻസ് കീപ്പ് ചെയ്യുക. എന്നിട്ട് ആലോചിക്കുക. വേണമെങ്കിൽ കുമ്പസാരമാണെങ്കിൽ പോയി കുമ്പസാരിക്കുക, കുർബാന സ്വീകരണമാണെങ്കിൽ പോയി കുർബാന സ്വീകരിക്കുക, ആരോടെങ്കിലും രമ്യതപ്പെടാനാണെങ്കിൽ പോയി രമ്യതപ്പെടുക. ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി പാനിക്കായി ആകെ തകർത്ത് കളയണ്ട. പരീക്ഷ പാസ്സാകാൻ പറ്റും. പിന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി കിട്ടിയാൽ മതി. ഒബ്സർവേഷൻ, മൈൻഡ് പ്രസൻസ് പ്ലസ് ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് വിജയിക്കും. ഏത് കാര്യം എടുത്ത് നോക്കിയോ, ഒബ്സർവേഷൻ, മൈൻഡ് പ്രസൻസ്, ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്, ഇത് കിട്ടിയാൽ ജയിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ പരീക്ഷയ്ക്ക് പഠനമാകുമ്പോൾ വീട്ടിലിരുന്നാൽ പഠിക്കാൻ പറ്റിയല്ല, ഇല്ലേ? വീട്ടിലിരുന്നാൽ പഠിക്കാൻ പറ്റില്ല. ചേട്ടൻ ചിലപ്പോൾ ശല്യം ചെയ്യും, കൂട്ടുകാർ വന്ന് വിളിക്കും. അപ്പോൾ എന്ത് പറയും? ഞാൻ അമ്മ വീട്ടിൽ പോട്ടെ എന്ന് പറയും. അമ്മ വീട്ടിൽ പോയിക്കോട്ടെ, അമ്മ വീട്ടിൽ പോയാൽ പഠിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു അമ്മ വീട്ടിലല്ലേ വന്നിരിക്കുന്നത്, മാതാവിൻ്റെ സന്നിധിയിൽ. അമ്മ വീട്ടിലിരിക്കുന്ന സമയമെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ പറ്റും. മാതാവിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ അമ്മ വീട്ടിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുങ്ങാൻ പറ്റും. ആണ്ടുവട്ടം അവസാനിക്കാറായി, ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റും. അമ്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പരീക്ഷയ്ക്ക് 100-ൽ 100 വാങ്ങിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവത്തിൻ്റെ വിശുദ്ധ സഭയ്ക്ക് വേണ്ടി കർത്താവ് സഭയെ കനിവാർന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്കിത് പ്രദാനം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകം മുഴുവനുള്ള ജനതകൾക്ക് വേണ്ടി കർത്താവ് അവരുടെ ഇടയിൽ കനിവാർന്ന് ഹൃദയൈക്യം നിലനിർത്തുന്നതിന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വിവിധ ആവശ്യങ്ങളാൽ ഞെരുങ്ങുന്ന എല്ലാവർക്കും വേണ്ടി കർത്താവ് എല്ലാവർക്കും കനിവാർന്ന് ആശ്വാസം നൽകട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കും നമ്മുടെ സമൂഹത്തിനും വേണ്ടി കർത്താവ് നമ്മെ എല്ലാവരെയും അവിടത്തേക്ക് സ്വീകാര്യമായ ബലിവസ്തുക്കളായി സ്വീകരിക്കുവാൻ കഴിയണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയരാണ്. ഒത്തിരി പ്രാർത്ഥനകളുമായാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ ഈ തീർത്ഥാടനം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കർത്താവ് ഇടവരുത്തണമേ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ ഞങ്ങൾക്ക് ഇന്ന് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ആ ലൈനിൽ എല്ലാവരും കൂട്ടം കൂടെ നിൽക്കാതെ ഒറ്റ ലൈനായിട്ട് നിൽക്കുക. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കും. 3 ലൈനായിട്ട് നിൽക്കുക. ഒന്ന് അവിടെ ബാക്കിലേക്ക് പോവുക മറ്റുള്ളവരൊക്കെ. അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവാ എന്നെ മാത്രം ഞാനെന്നിൽ അർപ്പിക്കുന്നു. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും യാഗത്തിനോർമ്മകൾ വിരിയും ഇന്നീ ദിവ്യമാം അൾത്താരയിൽ യാഗത്തിനോർമ്മകൾ വിരിയും ഇന്നീ ദിവ്യമാം അൾത്താരയിൽ ഒരു ബലിവസ്തുവായി എന്നെ മാറ്റിടൂ. നിൻ സ്നേഹാഗ്നിജ്വാലയിൽ ഒരു ബലിവസ്തുവായി എന്നെ മാറ്റിടൂ. ഒരു ബലിവസ്തുവായി എന്നെ മാറ്റിടൂ. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും
തളികയിൽ നിറച്ചു വച്ചു. നീർമിഴിപ്പൂക്കളും പ്രാർത്ഥനയും എൻ മാനസം തളികയിൽ നിറച്ചു വച്ചു. യോഗ്യമല്ലെങ്കിലും നാഥാ എന്നെ സ്വീകരിച്ചനുഗ്രഹമേകിടൂ. യോഗ്യമല്ലെങ്കിലും നാഥാ എന്നെ സ്വീകരിച്ചനുഗ്രഹമേകിടൂ. എന്നെ സ്വീകരിച്ചനുഗ്രഹമേകിടൂ. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും അമൂല്യമാമൊന്നും ഇല്ലെനിക്കേകുവാൻ. എന്നെ മാത്രം ഞാനങ്ങിൽ അർപ്പിക്കുന്നു. ആബേലിൻ കാഴ്ചയും അബ്രഹാമിൻ ബലിയും ദാവീദിൻ ഗീതികളും സഹോദരരെ, ഞങ്ങളുടെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ ചെയ്യും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ മഹിമ പ്രാഭവത്തിന് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ഭക്ത്യാദരത്തിന്റെ കൃപ ഞങ്ങൾക്ക് നേടിത്തരികയും നിത്യാനന്ദത്തിന്റെ ഫലം ഞങ്ങൾക്ക് കരഗതമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായ
പുണ്യവുമത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്തങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ണലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമായി. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തിരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ടി സഹായരാജ് മെത്രാനോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഈ കൂട്ടത്തിലുള്ള സിസ്റ്റേഴ്സ് ദയവ് ചെയ്ത് കുർബാന സ്വീകരണ ശുശ്രൂഷയ്ക്ക് സഹായിക്കാനായിട്ട് മുന്നോട്ട് വരണം. നിങ്ങളുടെ സഹായം ഇവിടെ അത്യാവശ്യമാണ്. ഈ സമയത്ത് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടുകൊള്ളുക. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതിയെന്റെ ആത്മാവ് സുഖം നേടുവാൻ. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതിയെന്റെ ആത്മാവ് സുഖം നേടുവാൻ.